നമസ്കാരം. എൻ്റെ പേര് സനില. എൻ്റെ സ്ഥലം മൺറോത്തുരുത്താണ്. പ്രഗ്നന്റ് ആയപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയത്. അപ്പോൾ എനിക്ക് ബിപി ഉണ്ടായിരുന്നു. ഹൈ ബിപി ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നെ SAT-ലോട്ട് റെഫർ ചെയ്തു. അപ്പോൾ ഈവനിങ് ആയിരുന്നു. ഈവനിങ് SAT വരെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ NS ഹോസ്പിറ്റലിലോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് കവിതാ മേഡത്തെ കണ്ടത്. റെഫർ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു കേസാണ് അനിലയുടേത്. ഓൾറെഡി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് റീനൽ ആർട്ടറി സിനോസിസ് ആയിരുന്നു. ഹൈ BP ആയിട്ട് ഉള്ള ഒരു കണ്ടീഷനാണ്. ഇതിൻ്റെ അകത്തുള്ളൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ കോംപ്ലിക്കേഷൻസ് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസ് ആണ്. നമ്മൾ ഈ ട്രീറ്റ് ചെയ്യുന്ന മെഡിസിൻസ് ഒന്നും തന്നെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, ദാറ്റ് ഈസ് ACE ഇൻഹിബിറ്റേഴ്സും ARVസും ഇതൊന്നും നമുക്ക് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ് അല്ല. അപ്പം ഇതൊരു റിയലി ഒരു ചലഞ്ചാണ് നമുക്ക് എന്ത് ആൻറ്റി ഹൈപ്പർടെൻസീവ് പ്രഗ്നൻസിയിൽ കൊടുക്കാമെന്നുള്ളത്. സോ നമുക്കിവിടെ ഒരു നല്ലൊരു നെഫ്രോളജി ടീം നമുക്കിവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡോക്ടർ പ്രവീൺ നമ്പൂതിരിയുടെ അടുത്തൊരു ഒപ്പീനിയൻ എടുത്തിട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തു, മെഡിസിൻസ് എല്ലാം ചേഞ്ച് ചെയ്തു. അതിനുശേഷം SAT-യിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ ഒന്ന് എടുത്തേക്കാമെന്ന് വെച്ചിട്ട് പേഷ്യൻറ്റിനെ ഞാൻ SAT-യിലോട്ട് റെഫർ ചെയ്തു. നമ്മളവിടെ 2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അപ്പോഴും എനിക്ക് ഹൈ BP ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യണം, അബോർഷൻ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നല്ല റിസ്ക് വരുന്നു. ടെർമിനേഷൻ എന്നൊരു ഓപ്ഷൻ പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ നിന്ന് അറ്റ് റിക്വസ്റ്റ് ഡിസ്ചാർജ് വാങ്ങിച്ച് വീണ്ടും കവിതാ മേഡത്തെ വന്ന് കണ്ടു. അപ്പം ഞാൻ അനിലയോട് ചോദിച്ചു എന്ത് വേണം അനില. അപ്പോൾ അനില പറഞ്ഞു ഇല്ല മാഡം ഞങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഒരു ടീമിൽ ഡോക്ടർ പ്രവീൺ നമ്പൂതിരി, ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ആശ, പിന്നെ നമ്മുടെ അനസ്തീഷ്യോളജി ടീം, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുജയ് രംഗ, ഇവരുടെയൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തത്. അപ്പം മാഡം പറഞ്ഞ് ടെർമിനേഷൻ ഒന്നും വേണ്ട, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ പ്രവീൺ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പ്രവീൺ സാറിനെ കാണിച്ച് സാറിൻ്റെ മെഡിസിനുകൾ ചേർന്ന് കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. കവിതാ മേഡത്തെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. മേഡം ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾക്ക് ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചത്. 2 വീക്കിലി കുടുംബ റിവ്യൂ ഒക്കെ ചെയ്ത് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ലാസ്റ്റ് 28 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ BP കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് എനിക്ക് പേഷ്യൻറ്റിനും ഉണ്ടായി. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് 36ാമത്തെ ആഴ്ചയിലാണ് കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുത്തത്. NICയിലെ സിസ്റ്റർമാരാണെങ്കിലും നമ്മൾ കിടന്ന വാർഡിലെ സിസ്റ്റർമാരും പിന്നെ കവിതാ മേഡം ഇപ്പോഴും സപ്പോർട്ടീവാണ്. മേഡം എപ്പോഴും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. മേഡം നമ്മൾ ശരിക്കും കെയർ ചെയ്തതാണ്. അതുകൊണ്ട് മേഡത്തിനകത്ത് ഞങ്ങൾ 100% വിശ്വാസം ഉറപ്പിച്ചാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തത് പ്രഗ്നൻസി.